എനിക്ക് തരാമെന്ന് പറഞ്ഞ തുക മഹാലക്ഷ്മി തന്നേ പറ്റൂ. എടി, ഇനി ചിലപ്പോ അനന്തു വിളിക്കുന്നത് 10 ലക്ഷം അവൻ തരാമെന്ന് പറയാനായിരിക്കും. അവനെ ലേഖയൊക്കെ സംബന്ധിച്ച് 10 ലക്ഷം വളരെ നിസ്സാരവാ. അവന്റെ കയ്യിലും കാശിഷ്ടം പോലെ ഉണ്ടല്ലോ. അങ്ങനെയെങ്കിൽ പ്രതാപനാണ് വിശ്വനാഥനെ വണ്ടിയിടിച്ചു കൊന്നതെന്ന് ഉണ്ണിയോടും ദുർഗയോടും കണ്ണനോടും പറയാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ലക്ഷങ്ങൾ വാങ്ങിച്ചെടുക്കൂടി. മഹാലക്ഷ്മിയെ അനന്തൂനെ ഞാൻ എന്റെ കറവപ്പശുക്കളാക്കി മാറ്റുവടി. നിങ്ങൾ കൂടുതൽ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടാതെ ഇപ്പൊ തരാമെന്ന് പറഞ്ഞ 10 ലക്ഷമെങ്കിലും വാങ്ങിച്ചെടുക്കാൻ നോക്ക്. എന്നാ പിന്നെ ഞാൻ അനന്തൂനൊന്ന് കണ്ടിട്ട് വരാം. അല്ല, മോളെപ്പോഴാ വന്നത്? ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. എന്താ മോളെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അതവിടെ നിക്കട്ടെ. അപ്പോ എനിക്ക് എത്ര തരും? എന്ത്? അല്ല, അമ്മാവന് 10 ലക്ഷം കിട്ടിയാൽ അതിന്ന് എനിക്ക് എത്ര തരുന്നാ ഞാൻ ചോദിച്ചത്. അതിന് 10 ലക്ഷം കിട്ടുമെന്ന് ആരാ പറഞ്ഞത്? അമ്മാവൻ തന്നെ. എന്റെ അച്ഛനാണ് ഉണ്ണിയേട്ടന്റെ അച്ഛനെ കൊന്നതെന്ന് പറയാതിരിക്കാൻ 10 ലക്ഷം ലക്ഷ്മിയോടും ആനന്ദവനോടും അമ്മാവൻ ആവശ്യപ്പെട്ടില്ലേ? ആ കഥയാണല്ലോ ഇപ്പൊ അമ്മായിയോട് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്റെ അച്ഛനെ കൊണ്ട് ആ കൊലപാതകം ചെയ്യിച്ചത് അമ്മാവനാ. അതിപ്പോഴും ലക്ഷ്മിക്കും അറിയില്ല, ആനന്ദവനും ലേഖയ്ക്കും ഒന്നും അറിയില്ല. കിട്ടുന്നതിൽ പകുതി എനിക്ക് തന്നില്ലെങ്കിൽ അത് അറിയിക്കേണ്ടവരെയൊക്കെ ഞാൻ അറിയിച്ചു കൊടുക്കും. മോളെ, നീ ചതിക്കരുത്. നിന്റെ അച്ഛന് കൊട്ടേഷൻ കൊടുത്തപ്പോ ഞാൻ അവൻ ആവശ്യപ്പെട്ട തുക കൊടുത്തതാ. അത് അച്ഛനല്ലേ, അതും ഞാനുമായിട്ട് ബന്ധമില്ല. എനിക്ക് കിട്ടേണ്ടത് കിട്ടണം. എന്നാ പിന്നെ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ കിട്ടുമ്പോഴേ 1 ലക്ഷം രൂപ കരണമൊക്കെ കൊടുക്ക്. അതൊന്നും പോരാ, എനിക്ക് 5 ലക്ഷം തന്നെ കിട്ടണം. മോളെ, കണ്ണിച്ചോര ഇല്ലാതെ വലിയ വലിയ തുകയൊന്നും ആവശ്യപ്പെടാതെ. ഇവിടെ ഒരുത്തൻ മോളിലോട്ട് നോക്കി കിടക്കുക. അവന്റെ അനിയത്തിയുടെ കല്യാണവും നടത്തണം. അതിനൊക്കെ ഉള്ള പണം എങ്ങനെയും കണ്ടെത്തണ്ടേ മോളെ? അതുപോലെയാ എന്റെയും കാര്യം. എന്റെ അച്ഛനാണ് ഉണ്ണിയേട്ടന്റെ അച്ഛനെ കൊന്നതെന്ന് അറിഞ്ഞ ഈ താലി ഉണ്ണിയേട്ടൻ തന്നെ അറുത്ത് മാറ്റും. പിന്നെ എനിക്ക് ജീവിക്കണ്ടേ? മോളെ, നിന്റെ അച്ഛൻ പണക്കാരനല്ലേ മോളെ? പണക്കാരൻ പാവപ്പെട്ടവനാവാൻ ഒരു നിമിഷം മതി അമ്മായി. എന്റെ അച്ഛൻ ജയിലിലോട്ട് പോയി കഴിഞ്ഞാ പിന്നെ കേസ് നടത്തണ്ടേ? അതിനൊക്കെ പണം വേണ്ടേ? അതുകൊണ്ട് ഈ ബിസിനസ്സിൽ അമ്മാവൻ എത്ര രൂപ കിട്ടിയാലും അതിന്റെ പകുതി എനിക്ക് കിട്ടണം. എന്നാലും നീ ഇങ്ങനെ അവസരം മുതലാക്കുമെന്ന് ഞാൻ കരുതിയില്ല മോളെ. അത് കൊള്ളാം. ഇപ്പൊ പിന്നെ അമ്മാവൻ അവസരം മുതലാക്കുന്നതോ? ശരിക്കും പറഞ്ഞ യഥാർത്ഥ കൊലയാളി അമ്മാവനാ. എന്നിട്ട് ലക്ഷ്മിയെ നിങ്ങൾ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. ഇതുപോലെ കുറുക്കന്റെ ബുദ്ധിയുള്ള ഒരാളിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പാവം എന്റെ അച്ഛൻ. ആ സംഭവത്തിന്റെ പേരില് ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല. ഞാനാണെങ്കിലോ ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ താണു നിൽക്കുക. ആ ഒരു കൊലപാതകത്തിന്റെ പേരില് ശരിക്ക് പറഞ്ഞ ഉണ്ണിയേട്ടന്റെ വീട്ടിൽ കിടന്ന് ഞാൻ ചക്രശ്വാസം വലിക്കുക. അതിനുള്ള നഷ്ടപരിഹാരമായിട്ട് ഞാൻ പറഞ്ഞ തുക എനിക്ക് കിട്ടിയേ തീരൂ. ശരി, ആദ്യം തരാവെന്ന് പറഞ്ഞ തുക കിട്ടുമോ നോക്കട്ടെ. അതൊക്കെ കിട്ടും. ഇനി കിട്ടിയിട്ട് അത് കിട്ടിയില്ലെന്ന് പറഞ്ഞ അമ്മാവന്റെ കയ്യില് ആ തുക നിൽക്കത്തില്ല അമ്മാവ. ശരി ശരി, എന്നാ പിന്നെ പാതി തരാം.